കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. പ്രിയപ്പെട്ടവരായ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് അവസരം തരുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ധ്യാനിക്കുന്ന സങ്കീർത്തനം 9-ാമത്തെ സങ്കീർത്തനമാണ്. ഇതും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിന് ലഭിക്കുന്ന നീതിയും, ദൈവത്തെ വെറുക്കുന്നവർ, ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളത് ഈ സങ്കീർത്തനത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിച്ചത് വഴി, ദൈവത്തെ ആശ്രയിച്ചത് വഴി ലഭിച്ച നന്മകൾ മാത്രമാണ് വിവരിക്കുവാനുള്ളത്. ദൈവം ദാവീദിനെ എത്രയധികം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വേദപുസ്തകം പരിശോധിക്കുന്ന ഏവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത് ദൈവത്തെ അനുസരിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. നമ്മുടെ സ്വന്തം കഴിവും മിടുക്കും ഒന്നും ദൈവം നോക്കുന്നില്ല. ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കുവാനുള്ളൊരു മനസ്സുണ്ടോ, ദൈവം പറയുന്ന അനുസരിക്കുവാനുള്ളൊരു താല്പര്യമുണ്ടോ എന്ന് മാത്രമാണ് ദൈവം നോക്കുന്നത്. അങ്ങനെയുള്ളവരെ ദൈവം സ്നേഹിക്കും, അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ അവരെ ഏറ്റവും ഉയർത്തി ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. ഇതാ, ദൈവത്തെ വെറുക്കുന്നവർ, അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാത്തവർ, ദൈവത്തിൻ്റെ വചനം ഇഷ്ടപ്പെടാത്തവർക്ക് ഒരു മുന്നറിയിപ്പ് ദാവീദ് നൽകുന്നുണ്ട്. ആ സങ്കീർത്തനത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. ഭയപ്പെടേണ്ട ഒരു വാക്യമാണ്. ദൈവത്തെ സ്നേഹിക്കാത്തവർ, ദൈവത്തെ ഭയപ്പെടാത്തവർ ഈ വാക്യം ഒരു വലിയ മുന്നറിയിപ്പായിട്ട് കാണണം. കാരണം ഒരു ന്യായവിധിയുണ്ട്. അവനവൻ ജീവനോടെ ഇരിക്കുമ്പോൾ ചെയ്തതിൻ്റെ അനുസരിച്ചുള്ള പ്രവൃത്തിക്ക് യോഗ്യമാകും വണ്ണം ദൈവസിംഹാസനത്തിന് മുൻപിൽ ന്യായവിധിക്കായി സകല മനുഷ്യരും എത്തണം എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് തനിക്ക് കിട്ടിയ വെറും ഒരു വെളിപ്പാട് മാത്രമല്ല. വേദപുസ്തകത്തിൽ ന്യായവിധി പല ഇടങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. സ്തോത്രം. ദാവീദ് അത് തന്നെയാണ് പറയുന്നത്, ന്യായവിധിക്കായി ദൈവം തൻ്റെ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. ഈ ന്യായവിധി ഒരു ചെറിയ കാര്യമല്ല. അതിന് ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ആ സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. സ്തോത്രം. പാതാളം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, നരകം. എന്തായാലും നന്മ ചെയ്യുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും നരകത്തിലേക്ക് പോവുകയില്ല. അവർക്ക് വേണ്ടി ദൈവം തൻ്റെ വാസസ്ഥലത്ത്, അതായത് സ്വർഗത്തിൽ, അതിനുശേഷം ദൈവരാജ്യത്തിൽ ഇടമൊരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ന്യായവിധിക്ക് ശേഷം തള്ളപ്പെട്ടു പോകുന്ന ആളുകളെ
ശിക്ഷിക്കുന്ന സ്ഥലമാണ് നരകം. പലരും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെ വ്യാഖ്യാനിക്കുന്നത് അവരുടെ സ്വന്തം വ്യാഖ്യാനമാണ്. ഇതൊക്കെ ക്രിസ്ത്യാനികൾ മനുഷ്യരെ ഭയപ്പെടുത്തുവാൻ കണ്ടുപിടിച്ചിരിക്കുന്ന എന്തൊക്കെയോ മാർഗങ്ങളാണ് എന്നാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. അങ്ങനെ വ്യാഖ്യാനിച്ചതിനെ തള്ളിക്കളയാൻ വരട്ടെ. ദൈവം നിശ്ചയമായും സ്വർഗവും നരകവും സ്ഥാപിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ എത്തുവാനുള്ള യോഗ്യത ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക, അന്ത്യം വരെ ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന് മരണം സംഭവിച്ചാലും അതുവരെ ദൈവഹിതപ്രകാരം ജീവിച്ച് ദൈവരാജ്യത്തിലെത്തുവാൻ സാധിക്കും. എന്നാൽ നരകത്തിലേക്ക് പോകണമെങ്കിൽ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ മതി. നമ്മുടെ ലോകത്തിൽ ഇന്ന് നാം ജീവിക്കുമ്പം ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ചുള്ള ജീവിതം, അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി. നരകത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് എത്തിച്ചേർന്നുള്ളൂ. സ്തോത്രം. അതിന് പ്രത്യേകമായിട്ട് ആരും ഒന്നും ചെലവിടേണ്ട കാര്യമില്ല. എന്നാൽ ആ നരകജീവിതം അത് വളരെ ദുഷ്കരമാണെന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഗന്ധകവും തീയും കത്തുന്ന ചാകാത്ത പുഴുവുള്ള ഇടം. അവിടെ പോയി കിടന്നുകൊണ്ട് നിലവിളിക്കുവാൻ ആരാണ് ഇഷ്ടപ്പെടുക? അതിന് താല്പര്യമില്ല എങ്കിൽ ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. നിങ്ങൾക്ക് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ ഒരു സുവർണാവസരം ഇതാ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കർത്താവിനെ സ്നേഹിച്ച ധാരാളം പേർ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവമക്കളായി ജീവിക്കുന്നുണ്ട്. എന്നാൽ അതിന് മനസ്സ് കാണിക്കാത്തവർ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് നരകമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഉദ്ദേശിക്കുന്നത് പോലെ, അനേകർ വ്യാഖ്യാനിക്കുന്നത് പോലെ അത് സന്തോഷമുള്ള ഒരു സ്ഥലമല്ല. അവിടെ എത്താൻ ആർക്കും ഇടയാകരുത് എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്നത് ഒരു മനുഷ്യനും ഈ നരകത്തിൽ എത്തപ്പെടരുതെന്നാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇതാ നരകത്തിൽ നിന്ന് തെറ്റി ഒഴിയുവാനൊരു അവസരം നമുക്ക് ദൈവം തന്നിരിക്കുന്നു. ഈ അവസരത്തെ വ്യക്തമായി മനസ്സിലാക്കി മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം പദ്ധതി പ്രകാരം ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലെത്തുവാൻ തക്കവണ്ണം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരാണ് നിങ്ങളൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.